അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ഐക്കൺ അമർത്തണം. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചലഞ്ച് വീഡിയോ ആണ്. ഞങ്ങൾ കുറെ ആളായി ചലഞ്ച് വീഡിയോ ചെയ്യാത്തത് അല്ലെ, കോമഡി വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ ചലഞ്ച് വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു ചലഞ്ച് വീഡിയോ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചലഞ്ചിന്റെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വെച്ചാല് നമ്മള് മുട്ട പൊട്ടിച്ചിട്ട് ഇതിനകത്തിടും. എന്നിട്ട് വെള്ളം നിങ്ങൾ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് ആരാണോ വെള്ളം തീർക്കുന്നവര് അവരാണ് ഇത് കഴിക്കേണ്ടത്. ഈ പച്ചമുട്ട കഴിക്കണം. പക്ഷെ ഒഴിക്കുമ്പോൾ നമ്മള് സാധാരണ എല്ലാ വീട്ടിലും കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ നോർമലി ഇങ്ങനെ നോക്കിയിട്ട് ഒഴിക്കും. പക്ഷെ നമ്മള് കണ്ണടക്കുള്ളില് എന്ത് വെച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാതെ നമ്മൾ ഒഴിക്കണം. കാരണം കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കൂലേ. അപ്പൊ ആ ഒരു ടെക്നിക്ക് വേണ്ടാതിരിക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗെയിമിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതേപോലെ ഗെയിമാണ്. ഇത് പൗഡറാണ് കേട്ടോ. അതിന് മാവ് ഭക്ഷണ പദാർത്ഥങ്ങൾ കളഞ്ഞു എന്ന് പറയരുത്. ഇത് പൗഡറാണ്. ഇത് ആരാണോ ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളം തീരുന്ന അവരുടെ തലയിലൂടെ ഒഴിച്ചിടും. ഇതാണ് രണ്ട് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാം. ഓക്കെ, പോടായിരുന്നു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മള് എന്ത് ചെയ്യണേ, കണ്ട ഞാൻ പറഞ്ഞില്ലേ നായിതാ വന്നിട്ടുണ്ട്. ഇതിനറിയാം നമ്മളെ അലമ്പാക്കാം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം ഹൗസ് ചെയ്തോ. ആദ്യം ഞാൻ ചെയ്യാം. ഹൗസിന് ഒന്നും മനസ്സിലായില്ല. അയ്യോ, നല്ല ടിഷ്യൂ പോയി. അപ്പൊ ആ ഗ്ലാസിന്റെ ഉള്ളില് ഞാൻ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും നീ നോക്കും. ഇതല്ലേ, ഇതാണ് അല്ലേ. ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു. ഹൗസ് ഒഴിച്ചു. ഹൗസ് അടുത്തത് ഹൗസ് വെച്ചൊഴിച്ചു. നിന്നെ കൊണ്ട് ഞാൻ പച്ചമുട്ട തീറ്റിക്കൊടി നോക്കിക്കോ. ഇന്നാവോ? അങ്ങനെ ഹൗസ് ഒഴിക്കാൻ പോവാണ്. അത് ഗ്ലാസ് മറിക്കരുത് കേട്ടാ. ഇത് മറ്റേ ഒഴിച്ചു. എന്തെന്നാ ഹൗസ കഥ? ഫുൾ ഒഴിച്ചാ? അപ്പൊ അതിനൊരു വെള്ളം ഉണ്ടോ? മനസ്സിലായിട്ടില്ല. ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊഴിച്ചിട്ടല്ലേ ആക്കേണ്ടത്. ഹൗസിന് കളി മനസ്സിലായിട്ടില്ല കേട്ടാ. അതുകൊണ്ട് ഹൗസിന് നേരത്തെ വെള്ളയില് ഇത് നീ ഒഴിക്കും, ഞാൻ ഒഴിക്കും, നീ ഒഴിക്കും. എന്നിട്ട് ലാസ്റ്റ് അത് ഞാൻ കൊറേ വെള്ളണോ കൊറേ ടൈം പോകൂലേ. അതുകൊണ്ട് ഒഴിച്ചോ. ബാലൻസ് വെക്കണം. നിനക്ക് ഒഴിക്കാനുണ്ടെങ്കിൽ നീ കുടിക്കേണ്ടി വരും കേട്ടാ. ഹൗസിന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഹൗസ് ഒഴിക്കാൻ പോവാണ്. അതന്നെ ഒഴിച്ചു. നീ ബാക്കി വെക്കണം. എന്താ വെച്ചാല് നിനക്ക് ബാക്കി ഒഴിക്കാനുണ്ടെങ്കിൽ നീ ഒഴിക്കണ്ട, അല്ലെങ്കിൽ നീ കുടിക്കേണ്ടി വരും കേട്ടോ. അയ്യോ, ഒഴിഞ്ഞാ വെള്ളം ഒഴിച്ചോ? ഇതാർക്കായിരിക്കും പച്ചമുട്ട കുടിക്കേണ്ട അവസ്ഥ വരിക? നമുക്ക് നോക്കാം. ഒഴിച്ചു. അടുത്തേണ്ടത് നീ കുടിക്കുവാണ്, പച്ചമുട്ട കുടിക്കുവാണ്. എന്താ നീ കുടിച്ചാല്? നീ കുടിച്ചാ മതി. നീ തന്നെ നല്ല വയ്ക്കണ ഭഗവാനെ. കുറച്ച് ഒറ്റിച്ചിട്ട് വെച്ച ആരൊക്കെണ്ടായിരുന്നു. ആവശ്യം വെള്ളം മറ്റു കുടിച്ചു ചേർത്തു. ആവശ്യം മുട്ട കുടിച്ചോ. മുട്ട
ആവസ് മുട്ട പിടിക്കാൻ പോവാണേ. ഇങ്ങനെ അറിയാം കുതിങ്ങോ. ആ അങ്ങനെ തൊണ്ടല അങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റില്ല. അത് ഞാൻ തൊണ്ടയിലൊക്കെ ഓക്ക് കുടിക്കാം. ഇത് പച്ചമുട്ട കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ല. ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല. നീ തോറ്റതുകൊണ്ട് കുടിക്കേണ്ട വന്നത് അല്ലേ? അല്ലേ ഞാൻ കൊടുത്തല്ലോ. തോറ്റുണ്ട്. നീ തോറ്റതുകൊണ്ട് അത് കുടിക്കണം. ഞാൻ അടുത്തതാ പൗഡർ നിനക്ക് എന്റെ തലയിലിടണം എന്നുണ്ടാ ആഗ്രഹം. അപ്പൊ നീ തോറ്റോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഗെയിം കളിക്കാൻ പോണത് പൗഡർ ആര് തലയിൽ വീഴും എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം വീണ്ടും നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം ഫുള്ള് ഒഴിക്കാണ്. ഇത് ലാസ്റ്റ് ഒഴിക്കണവരേട്ടാ. ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇല്ലാത്തവരാണ് ചെയ്യേണ്ടത്. അപ്പൊ നീ കെയർഫുൾ. അപ്പൊ പൗഡർ ആരാണ് തലയിലിട്ട് കിളവിയാവാൻ പോകുന്നത് ആരാണ്? ഞാൻ ഓൾറെഡി കിളവിയാണ്. എന്നെ പോലെ കിളവിയാവുന്നത് ആരാണെന്ന് നോക്കാം. ആരാണത് നോക്കാം. അപ്പൊ ഞാൻ ഒഴിക്കാൻ പോവാണ്. ഞാൻ തന്നെ ഒഴിക്കില്ലേ. കൊറേ ഒഴിച്ചോണ്ടിരിക്കണ്ടല്ലേ. കൊറേ മിനിറ്റ് ആവൂലേ, നമുക്ക് ബോറടിക്കൂലേ. അതില് ബാക്കി വെച്ചാ നിനക്ക് നീ തോക്കൂല കേട്ടാ. സൂക്ഷിച്ച് കളിക്കുന്നുണ്ട്. ആ ഓസേ നീ തോൽക്കാൻ പോകുന്നു ജയിക്കാൻ പോകുന്നു എന്നറിയാം. എനിക്ക് സൗണ്ട് കേട്ടോ. നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു തുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ. ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ എനിക്ക് കാണുന്നില്ല. അത് ഒച്ച കേക്കണം. ഇപ്പൊ ഇനി നീ ഒരു തുള്ളി ഇട്ടിച്ച ഞാൻ ജയിക്കും. അല്ല നീ ജയിക്കും. അല്ല നീ മന്ദബുദ്ധിയ അല്ല അങ്ങനെ അഭിനയിക്കണതാണോ? സത്യമായിട്ട് അറിയാൻ മേലാത്ത അഭിനയിക്കണതാണ്. എന്നാലും നീ തോറ്റേ. അപ്പൊ ഈ നമ്മൾ ഈ ഗെയിം ജയിച്ചു തരാണ് ശിവാങ്കർ. എല്ലാരും ക്ലാപ്പി ഉറക്കെ. അപ്പൊ നമ്മൾ അടുത്തതായി എന്താണ് നമ്മൾ ചെയ്യാമെന്ന് നമ്മള് തോറ്റവർക്കുള്ള പണിഷ്മെന്റ്. എങ്ങനെ വാരി തേക്കണ അവസ്ഥ വാരി പൂശണ. അങ്ങനെ നീ കണ്ണ് ചിമ്മിക്കോ, മൂക്ക് അടച്ചോ, മൂക്കിന്റെ ഒരു പഞ്ഞി വെച്ചോ. ഒന്ന് ഒരു ഡയലോഗ് അടിച്ച അവസ്ഥ. മോളെ വെള്ളം തരോ ചോദിക്കി. വയസ്സായില്ലേ ചോദിച്ചാ വെള്ളങ്ങൾ എന്തെങ്കിലും തരോ ചോദിക്കി. എന്റെ മേത്തായ ചിരി സാറില്ല. എന്റെ ഡ്രസ്സിനല്ലായിരുന്നു. അതെന്തെന്ന് കളിക്കുന്നത്. ഏത് കട്ടാക്കി? ഞാൻ കട്ടാക്കൂല. അങ്ങനത്തെ കള്ളക്കളിയൊന്നും ഞാൻ കാണിക്കൂല. ആ കട്ടാക്കൂല. എല്ലാം ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടമായ അവരോട് പറ എന്ത് ചെയ്യണമെന്ന്. അവർക്ക് നിന്നെ പോലെ വട്ടില്ല. വട്ട്. അപ്പൊ അപ്പൊ
വീഡിയോ ഞാൻ വീഡിയോ കട്ടാക്കിയിട്ടുള്ള 2 പൊട്ടിക്കെട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വീഡിയോ എന്താ ആക്ട് ചെയ്യാം. അപ്പൊ ആരെയായിരിക്കും ഓ ഇവിടെ എന്തോ ആക്രമിച്ചു വിചാരിക്കുമല്ലോ. നീ ആക്ട് ചെയ്യാൻ നമ്മൾ ആക്ട് ചെയ്യാൻ ഭയങ്കര ഉഷാറല്ലെങ്കിൽ തന്നെ. അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അയ്യോ ഇത് കട്ടാവുന്നില്ല, ഇത് കട്ടാവുന്നില്ല. ഈ എന്റെ കോലം എന്തെന്ന് അവസ്ഥ.